الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الإخوة أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين صدق الله العلي العظيم. അഭിനന്ദനരായ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും, ജീവിതത്തിലെ എല്ലാ വഴിത്തിരിവുകളിലും, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളിലെ ഓരോരുത്തരെയും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അറിഞ്ഞ്, അവനെ മനസ്സിലാക്കി, അവനെ ഇഷ്ടപ്പെട്ട്, അവനെ ഭയപ്പെട്ട്, അവനെ ശ്രദ്ധിച്ച്, അവനെ സൂക്ഷിച്ച് മുത്തഖികളായി ജീവിച്ചു മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാനും ദിനരാത്രങ്ങൾ മാത്രമാണ് റമദാനിൽ നിന്ന് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത്. മറ്റൊരു റമദാൻ ഇനി നമുക്ക് കണ്ടുമുട്ടാൻ കഴിയുമോ എന്നോ, നമുക്ക് ഈ റമദാനിലെ തന്നെ ബാക്കിയുള്ള ദിനരാത്രങ്ങളെ മുഴുവൻ അനുഭവിക്കാൻ കഴിയുമോ, ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്നോ നമുക്കറിയില്ല. അള്ളാഹുവിന് മാത്രമാണ് നാളെ എന്നല്ല അടുത്ത നിമിഷം നമ്മളൊക്കെ ആരായിരിക്കും, എവിടെയായിരിക്കും എന്ന് അറിയുക. അതുകൊണ്ട് ഇത് നമുക്ക് കിട്ടിയിട്ടുള്ള അവസാന അവസരമാണ് എന്ന് ഉപയോഗപ്പെടുത്തി എന്ന് വിചാരിച്ച് പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ മത്സരിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് ആലു ഇമ്രാനിലെ 133-ാമത്തെ ആയത്താണ് ഇവിടെ ഓതി വെച്ചത്. അതിൽ അള്ളാഹു നമ്മളോട് പറയുന്നത് വേഗത്തിൽ പോകണം എന്നാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അള്ളാഹുവിങ്കൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക് വേഗത്തിൽ പോവുക, അതിവേഗം പോവുക. വജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർള്, വജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർള്, ആകാശങ്ങളെക്കാളും ഭൂമിയെക്കാളും വിശാലമായ, അതിൻ്റെ അതിരടയാളങ്ങളെക്കാളും വലുപ്പമുള്ള സ്വർഗത്തിലേക്ക്. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി ഒരുക്കി വെച്ചിട്ടുള്ളതാകുന്നു. സ്വർഗത്തിലേക്കുള്ള എക്സ്പ്രസ് വേ ആണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. ആ എക്സ്പ്രസ് വേയിലൂടെ അതിവേഗം ഓടിച്ചു പോകണമെങ്കിൽ, സ്വർഗത്തിലേക്ക് വേഗത്തിൽ എത്തിച്ചേരണമെങ്കിൽ എന്താണ് വഴി എന്ന് അന്വേഷിക്കുന്നവർക്ക് തുടർന്നുള്ള ആയത്തുകൾ അള്ളാഹു അതിനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആരാണ് ഈ വേഗത്തിൽ പോകുന്നവർ?
ചെറിയ ചെറിയ സിഗ്നലുകളുള്ള, പ്രയാസങ്ങളുള്ള, വീതിയില്ലാത്ത, ഒരുപാട് സമയമെടുക്കുന്ന വഴി ഉണ്ടാകുമ്പോൾ അതിവേഗം എത്താവുന്ന വഴികളാണ് വേറെ തന്നെ ഉണ്ടാവുക. ആ അതിവേഗം എത്തുന്ന വഴിയെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ സ്സമാവാതു വൽ അർദ്. ഇതിലൂടെ അങ്ങോട്ട് പോയാൽ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾക്ക് വേഗമെത്താം. അള്ളാഹു ഒരുക്കി വെച്ച് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ സ്വർഗത്തിലേക്കും അതിവേഗം എത്താൻ നിങ്ങൾക്ക് സാധിക്കും. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. അതിവേഗം പോകാൻ പറ്റുന്ന ആളുകളുടെ ഒന്നാമത്തെ പ്രത്യേകത അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും സന്തോഷം ഉണ്ടാകുമ്പോഴും ധന്യതയിലാകുമ്പോഴും പ്രയാസത്തിലാകുമ്പോഴും ചെലവഴിക്കുന്നവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ. ആദ്യമായി അള്ളാഹു എടുത്തു പറഞ്ഞ കാര്യം ഇതാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നോമ്പിലെ ഏറ്റവും അവസാന ദിവസങ്ങളിൽ നമുക്ക് പൂർണ്ണമായും ധാരാളമായും ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതും ഉപയോഗപ്പെടുത്തുന്നതുമായ സംഗതികളാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൈയയഞ്ഞ് ചെലവഴിക്കുക, അതിരുകളില്ലാതെ ചെലവഴിക്കുക. ചെലവഴിക്കാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്നെ കുറിച്ചുള്ളതല്ല, ഇത് എനിക്കുള്ളതല്ല, ഇത് ഒരുപാട് ബാലൻസ് ഉള്ള ആളുകൾക്ക്, ഇത് ഒരുപാട് സമ്പത്തുള്ള ആളുകൾക്ക്, ഇത് അള്ളാഹു ഒരുപാട് വിഭവങ്ങൾ നൽകിയിട്ടുള്ള ആളുകൾക്ക് അവർക്കുള്ള ആയത്താണ്. അങ്ങനല്ല, എല്ലാവർക്കും എന്താണോ ഉള്ളത് അതിൽ നിന്ന് ചെലവഴിക്കണം എന്നല്ല, നമുക്കുള്ളത് നമുക്ക് തന്നെ മതിയാകാതിരിക്കുമ്പോൾ ചെലവഴിക്കണം. വയുത്ഇമൂന അത്ത്വാമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറാ. അവർ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, മറ്റുള്ളവരെ ഊട്ടുന്നു. അവർക്കുള്ളത് അവർക്ക് വേണ്ടതായിരിക്കെ തന്നെ. ഒരല്പമാണുള്ളത്, അതിനോട് നല്ല ആഗ്രഹമുണ്ട്, നോമ്പ് തുറക്കാൻ കാത്തു നിൽക്കുകയാണ്, അത് കഴിക്കാൻ എല്ലാവരും കൂടി കൊതിച്ചിരിക്കുകയാണ്, കുറച്ചേ ഉള്ളൂ. അതിന് നല്ല ആവശ്യം ഉണ്ടാവുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റണം. വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു അതിഥി വന്നപ്പോൾ റസൂലിന്റെ റസൂല് ചോദിച്ചു, ക്ഷാമകാലമായിരുന്നു, പ്രയാസകാലമായിരുന്നു, പട്ടിണിയുടെ കാലമായിരുന്നു, ആരുണ്ട് കൊണ്ടുപോകാൻ? ഇദ്ദേഹത്തെ കൊണ്ടുപോയി ഇന്ന് ഭക്ഷണം കൊടുത്ത് വീട്ടിൽ താമസിപ്പിക്കാൻ ആരുണ്ട്? എല്ലാവരുടെ വീട്ടിലും പട്ടിണിയും പ്രയാസമുള്ള സമയം. അള്ളാഹുവിന്റെ റസൂലിന്റെ ആവശ്യം കേട്ടപ്പോ ഒരു സഹാബി അദ്ദേഹത്തെയും കൈപിടിച്ച് ചേർത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയ കാര്യം നമുക്കറിയാം. അദ്ദേഹത്തെ വരുന്നതും കാത്തിരുന്നിട്ട് ഒരാൾക്ക് കഴിക്കാൻ പോലും ഉള്ളത് തികച്ചില്ലാത്തത് അദ്ദേഹത്തെയും കാത്തിരുന്ന് ഭാര്യയും കുട്ടികളും എല്ലാവരും കൂടി പകുത്തെടുത്തിട്ട് കഴിക്കണമെന്ന് കാത്തിരിക്കുമ്പോഴാണ് ഒരതിഥിയെയും കൊണ്ടുവരുന്നത്. അദ്ദേഹം ഭാര്യയോട് പറയുന്നു, നീ കുട്ടികളെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഉറക്കിക്കിടത്തിയേക്ക്, എന്നിട്ട് നമുക്ക് ഭക്ഷണം എടുത്തു വെക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ വിളക്ക് ഞാൻ സ്വാഭാവികമായും കെട്ടുപോകുന്നത് പോലെ ഊതിക്കളയാം, എന്നിട്ട് നമ്മുടെ അതിഥി നമ്മളും കഴിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് വയറു നിറച്ച് കഴിക്കട്ടെ എന്ന് ഭാര്യയോട് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തത്. പിറ്റേന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തുമ്പോൾ അള്ളാഹുവിങ്കൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം ലഭിക്കുന്നു, വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവർക്ക് തന്നെ ഇല്ലാതിരിക്കുന്ന സമയത്ത് അവർ മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്നു. വയുത്ഇമൂന അത്ത്വാമ അലാ ഹുബ്ബി. അവർക്കു തന്നെ ഏറ്റവും ആഗ്രഹം ഉണ്ടാകുമ്പോൾ, ഇവിടെ പറഞ്ഞിടത്ത് മൂന്ന് ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. മിസ്കീനുകൾക്ക് കൊടുക്കുന്നു, യതീമുകൾക്ക് കൊടുക്കുന്നു, ബന്ധനസ്ഥരായവർക്കും കൊടുക്കുന്നു. പണ്ട് കാലത്ത് മാത്രമല്ല, ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നമ്മളുടെ ഭക്ഷണവും വെള്ളവും വൈദ്യുതിയും ഒക്കെ തടഞ്ഞു വെച്ചിട്ട്, ഞങ്ങളുടെ വീടുകൾ മുഴുവൻ ബോംബിട്ട് തകർത്തിട്ട്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ചിട്ട്, അവരുടെ കൂട്ടത്തിൽ നിന്ന് ഏതാനും ബന്ദികളെ തങ്ങൾ പാർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിൽ നിന്ന് അവരെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും അവസാനം അള്ളാഹുവിലേക്ക് യാത്രയായ അവരുടെ നേതാവ് ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് 3 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മിസ്കീനുകൾക്കും യതീമുകൾക്കും മാത്രമല്ല, തങ്ങളുടെ കൂട്ടത്തിൽ ബന്ധനസ്ഥരായിരിക്കുന്ന
ബന്ദികൾക്കും അവർക്ക് ആവശ്യമുണ്ടായിരിക്കെ തന്നെ അവർ ഭക്ഷണം കൊടുത്തു. അവരെ ഊട്ടി. അവരുടെ ചിത്രങ്ങൾ പുറത്തുവിടുമ്പോൾ നമ്മൾ കണ്ടത് അവർ സുസ്മേരവദനരായിട്ടാണ് പുറത്തുപോയത്, ആരോഗ്യ സമ്പന്നരായിട്ടാണ് പുറത്തുപോയത്. എവിടെ നിന്നായിരുന്നു? ഇവര് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇല്ലാത്തതിൽ നിന്ന് അവർക്ക് പകുത്തു കൊടുത്തതിന്റെ ഇസ്ലാമിക സംസ്കാരം ഈ കാലത്തും നമുക്ക് മുമ്പിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടായത് കഴിഞ്ഞിട്ടല്ല കൊടുക്കേണ്ടത്, ഉള്ളതിൽ നിന്ന് കൊടുക്കണം. അതുകൊണ്ട് സമ്പന്നന്മാര് മാത്രമല്ല ഈ കൊടുക്കുന്ന വഴി സ്വീകരിക്കേണ്ടത്, എല്ലാവർക്കും സ്വീകരിക്കാം. അള്ളാഹുവിന്റെ റസൂല് ചെലവഴിക്കാൻ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചില്ല, ഇത്തവണയെങ്കിലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പരാജയപ്പെടുത്തും. അങ്ങനെ അദ്ദേഹം ആദ്യം ഓടിപ്പോയിട്ട്, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ഷാമകാലത്തായിരുന്നു, കൊണ്ടുവന്നു കൊടുത്തിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വെച്ചു. അള്ളാഹുവിന്റെ റസൂൽ എണ്ണി നോക്കിയിട്ടില്ല. നമ്മുടെ കണക്കല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണക്ക്. നമ്മൾ അളവ് നോക്കുന്നത് പോലെയല്ല അള്ളാഹുവിന്റെ റസൂൽ അളവ് നോക്കുന്നത്. റസൂൽ ചോദിച്ചു, യാ ഉമർ, എന്തുണ്ട് വീട്ടിൽ ബാക്കി? എത്രയാ തന്നിട്ടുള്ളത്? മൗലാന പറഞ്ഞു, എന്റെ എല്ലാ സമ്പാദ്യവും കൂട്ടിയിട്ട് അതിന്റെ 50% പകുതിയാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. അതിന്റെ അളവ് എത്രയായിരുന്നു എന്ന് ഒരു ഹദീസുകളിലുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നതായിരുന്നോ കൂടുതൽ ഉണ്ടായിരുന്നത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നതായിരുന്നോ കൂടുതൽ ഉണ്ടായിരുന്നത് എന്ന് ഒരു കണക്കിലുമില്ല. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണക്ക് ഇതേ ചോദ്യമായിരുന്നു. അബൂബക്കർ, യാ അബൂബക്കർ, എന്തുണ്ട് വീട്ടിൽ ബാക്കി? അള്ളാഹുവിന്റെ റസൂലിനോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു, അള്ളാഹുവും അവന്റെ റസൂലും അല്ലാതെ മറ്റൊന്നും ഞാൻ ബാക്കി വെച്ചിട്ടില്ല. ഉള്ളത് മുഴുവൻ അങ്ങോട്ട് അള്ളാഹുവിന്റെ റസൂലെ താങ്കൾ പറഞ്ഞപ്പോ തന്നതാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കച്ചവട സംഘം വന്നതിന്റെ കോലാഹലങ്ങൾ കേട്ടിട്ട് ദൂരെ നിന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, എന്താണ് ആ പുകപടലങ്ങൾ, എന്താണ് ആ ശബ്ദ കോലാഹലങ്ങൾ? ആളുകൾ പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കച്ചവട സംഘം വന്നതാ. അള്ളാഹുവിന്റെ റസൂൽ അവരെ കൂടെയുള്ളവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോയിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പോലെയുള്ള മുതലാളിമാർക്ക് അവിടെ എത്താൻ പറ്റും. കാരണം അവർ 5 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാതെ ഒരാളുടെയും ഒരു കാലടി പോലും മുന്നോട്ട് പോകില്ല എന്നാണല്ലോ. ഈ കണ്ട സമ്പത്തിന് മുഴുവൻ ഇത് എവിടെ നിന്ന് സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു എന്നതിന്റെ മുഴുവൻ കണക്കും സമർപ്പിച്ചിട്ട് നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോയിട്ട് പിറകിലെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പോലെയുള്ള സമ്പന്നർക്ക് വരാൻ പറ്റൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സഹാബികൾ പറഞ്ഞു, നിങ്ങൾ പണക്കാരനായിരിക്കാം, നിങ്ങൾക്ക് ധാരാളം വിഭവങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊക്കെ സ്വർഗത്തിൽ പോയിട്ട് പതുക്കെ നിങ്ങൾക്കൊക്കെ എത്താൻ പറ്റൂ, കാരണം ഈ കണക്കൊക്കെ ബോധിപ്പിച്ചിട്ട് എത്താൻ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പോയിട്ട് അങ്ങോട്ട് കൊണ്ടുവച്ചു കൊടുത്തു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താണ് ഇതെന്റെ ഇത്തവണ വന്ന മുഴുവൻ ചരക്കുകളുടെയും അധികാരം അള്ളാഹുവിന്റെ റസൂലെ താങ്കൾക്കാണ്, എനിക്ക് ഒന്നാമതെത്തണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പോലെയുള്ള വിഭവങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള ആളുകൾ കാറ്റിന്റെ വേഗതയിൽ സ്വർഗത്തിലേക്ക് പോകും. അതുകൊണ്ട് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിലേക്ക് അതിവേഗം നടന്നു പോകുവാൻ അവർ ചെലവഴിക്കുക. ഉണ്ടാകുമ്പോഴും ഇല്ലാത്തപ്പോഴും ചെലവഴിക്കുക, ബാക്കി ഉണ്ടാകുമ്പോഴും ബാലൻസ് ഉണ്ടാകുമ്പോഴും ആവശ്യത്തിന് തന്നെ തികയാതിരിക്കുമ്പോഴും ചെലവഴിക്കുക. മറ്റുള്ളവരെ നമ്മുടെ കണ്ണിലൂടെ കാണുക, അല്ലെങ്കിൽ അവരുടെ കണ്ണിലൂടെ കാണുക, അവരുടെ ഷൂസിൽ കാലിട്ട് നോക്കുക, എന്നിട്ട് നമുക്കുള്ളത് അവർക്ക് പകുത്തു വെച്ചു കൊടുക്കുക. അങ്ങനെയുള്ളവർക്ക് വൽ കാളിമീനൽ ഗൈൽ, ദേഷ്യം വരുമ്പോ, വികാരം വരുമ്പോ, നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോ പിടിച്ചു നിർത്താൻ കഴിയുന്ന ആളുകൾ. ഇതൊക്കെ സ്വർഗത്തിലേക്കുള്ള അതിവേഗപാതയുടെ പ്രത്യേകതകളാണ്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സ്വർഗപാതയുടെ പ്രത്യേകതകളായിട്ട് അള്ളാഹു പറയുന്നത്. വൽ കാളിമീനൽ ഗൈൽ, ദേഷ്യം വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവർ, അവനവനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നവർ. 21ാമത്തെ ദിവസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഈ 21 ദിവസവും പഠിച്ചെടുത്തത് അതിനായിരുന്നു, അല്ലെങ്കിൽ പഠിക്കേണ്ടത് അതിനായിരുന്നു. ദേഷ്യം വരുമ്പോൾ പറയാൻ തോന്നുന്നത് പറയാതിരിക്കാൻ, ചെയ്യാൻ തോന്നുന്നത് ചെയ്യാതിരിക്കാൻ, അവനവനെ നിയന്ത്രിക്കാൻ പഠിക്കാൻ. അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുന്നവർക്ക് സ്വർഗത്തിന്റെ രാജപാതയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വൽളറാ വൽകാളിമീന വൽകാളിമീനൽ ഗൈൽ വൽആഫീന അനിന്നാസ്.
ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവർ. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ പോരാ, പടച്ചവനെ എനിക്ക് നീ പുറത്തു തരണമേ, എൻ്റെ തെറ്റുകുറ്റങ്ങൾ നീ എനിക്ക് മാപ്പാക്കി തരണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. എന്നോട് ചെയ്ത ഒന്നും ഞാൻ മറക്കില്ല. ചില ആളുകൾ അഭിമാനത്തോടെ പറയാറുണ്ട്, ഞാൻ ഒന്നും മറക്കാറില്ല, എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവസരം വരുമ്പോൾ ഞാൻ അതിന് പകരം വീട്ടുമെന്നൊക്കെ പറയുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ടാകാറുണ്ട്. നമ്മൾ പറയാത്തവരും പലപ്പോഴും നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ് നമ്മുടെ നിലപാടുകൾ. എന്നാൽ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. ആളുകളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ദുരനുഭവങ്ങളെ സാന്ദർഭികമായി പരിഗണിച്ചിട്ട് മറന്നു കൊടുക്കുക. പുറത്തു കൊടുത്താലും പോലും പോരാ, മറക്കണം. രണ്ട് തരത്തിലുണ്ട്, പൊറുക്കുകയും മറക്കുകയും ചെയ്യുന്നതുണ്ട്. ചിലർ പറയും ഞാൻ പൊറുക്കാം പക്ഷെ മറക്കില്ല. അല്ല, വേണ്ടത് പൊറുക്കുകയും മറക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് ആളുകളെ സ്നേഹത്തോടെ ഹൃദയത്തോടെ സ്വീകരിക്കുക. നമ്മൾ ആളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും നന്നായി ശരിയാക്കാനുള്ള സമയമാണ് റമദാൻ. നമ്മൾ ആളുകളുമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരസ്വാരസ്യം ഞാനും അവനും ഇടയിലുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരുമായുള്ള ബന്ധത്തെ ഏറ്റവും നന്നാക്കിയെടുക്കാനുള്ള സമയമാണ് റമദാനിന്റെ ഈ അവസാനത്തെ സമയം. എന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം, എന്നിട്ട് അള്ളാഹുവിനോട് പുറത്തു തരാൻ പറയണം, എന്നിട്ട് അള്ളാഹുവിനോട് നമുക്ക് പറ്റിപ്പോയ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറയണം. അത് പറയുന്നതിന് മുമ്പ് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുഹ്സിനീങ്ങളിൽ സ്വർഗത്തിന്റെ രാജപാതയിലൂടെ അതിവേഗം സഞ്ചരിച്ച് എല്ലാവരുടെയും മുന്നിൽ മത്സരിച്ച് സ്വർഗത്തിലെത്തിപ്പെടുന്ന പ്രവാചകന്മാരുടെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ശുഹദാ സാലിഹീങ്ങളുടെയും സിദ്ദീഖീങ്ങളുടെയും കൂടെ സ്വർഗത്തിൽ വാസമുറപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വ, ഊസികും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സദഖല്ലാഹു മൗലാനൽ അലിയ്യുൽ അസീം. അഭിവന്ദരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവന് ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ജീവിച്ചു മരിച്ച് സ്വർഗം നേടിയെടുക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിലേക്കുള്ള രാജപാതയുടെ പിന്നെയുള്ള പ്രത്യേകത അള്ളാഹു പറയുന്നു, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫിറൂ ലിദുനൂബിക്കും. അവർ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്നോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ അള്ളാഹുവിനെ ഓർക്കുന്നു. അങ്ങനെ അവർ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് ഇസ്തിഗ്ഫാർ നടത്തുന്നു. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ പിന്നെ ആരുണ്ട് ഇസ്തിഗ്ഫാർ സ്വീകരിക്കാൻ? വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. ഒരു കാര്യം കൂടെ ഉണ്ട്, അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ തന്നെ അവരറിഞ്ഞുകൊണ്ട് ആ ചെയ്ത കാര്യത്തിൽ പിന്നീട് തുടരുകയുമില്ല. സ്വർഗത്തിലേക്ക് അതിവേഗം പോകുന്ന ആളുകൾക്കുള്ള അടുത്ത പ്രത്യേകതയായിട്ട് അള്ളാഹു പറഞ്ഞത് ഇതാണ്. ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നുണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുല്ലു ഇബ്നു ആദം അൽ ഖത്താ, എല്ലാ മനുഷ്യപുത്രന്മാരും തെറ്റു ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്യാത്തവരായിട്ട് ഒരു മനുഷ്യരുമില്ല. ഖൈറൽ ഖത്താഇന അത്തവ്വാബൂൻ, തെറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഏറ്റവും നല്ലത് ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ചിട്ട് പിന്നീട് അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുന്നവരാണ്. ജീവിതത്തിൽ നമുക്ക് മാത്രം അറിയാവുന്ന, മറ്റുള്ളവർ ചിലപ്പോൾ അറിഞ്ഞിട്ടില്ലാത്ത, നമുക്കും അള്ളാഹുവിനും മാത്രം അറിയാവുന്ന ജീവിതത്തിലെ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടാകും. വലുതും ചെറുതും സംഭവിച്ചു പോയിട്ടുണ്ടാകും. എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹു യഗ്ഫിറു ദുനൂബ ജമീഅൻ, അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ പാപങ്ങളെയും അവൻ പൂർണ്ണമായും പുറത്തു കൊടുക്കും.
പൂർണ്ണമായും പുറത്തു കൊടുക്കുന്നവനാണ് അവൻ. എല്ലാം അവൻ കഴുകിക്കളയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളവനാണ് അവൻ. നമസ്കാരം, നോമ്പ്, പിന്നെ രാത്രികാലങ്ങളിലുള്ള നമസ്കാരം, അതുപോലെ തന്നെ ലൈലത്തുൽ ഖദ്റിൽ നമസ്കരിക്കാൻ കഴിഞ്ഞാൽ, ഇങ്ങനെ 2-3 തവണകളായിട്ട് ഒരു മനുഷ്യന്റെ തെറ്റ് മുഴുവൻ പൊറുക്കപ്പെട്ട് കഴിയാവുന്ന സംവിധാനങ്ങളാണ് റമദാനിലുള്ളത്. അതിനു പുറമെ ധാരാളമായി അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക, അള്ളാഹുവിനോട് പൊറുക്കലിന് തേടുക. അത് നമുക്ക് അള്ളാഹുവിനോട് വിളിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് മറുപടി കൊടുക്കും, മറുപടി തരും. അള്ളാഹു നമ്മളിലേക്ക് ഓടിയെടുക്കും. നമ്മളൊരു ചാണെടുത്ത അള്ളാഹു ഒരു മുഴമെടുക്കും. നമ്മൾ അള്ളാഹുവിനോട് നടന്നു പോകാൻ ശ്രമിച്ചാൽ അള്ളാഹു ഇങ്ങോട്ട് ഓടി വരും. അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ അവൻ നമുക്ക് ഉത്തരം നൽകും. അവനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അവൻ നമുക്ക് ഏറ്റവും നല്ല സമയത്ത് അത് സ്വീകരിച്ച് അതിന് മറുപടി നൽകും. ഇതാണ് അള്ളാഹു. ഈ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അറിയുന്ന, ഓർമ്മിക്കുന്ന, അവനിലേക്ക് അടുക്കുന്ന ദിവസങ്ങൾ. അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങുക. സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകളെ ആദ്യം ദുനിയാവിൽ തിരുത്താൻ നോക്കുക. ആളുകളുമായി ബന്ധപ്പെട്ട തെറ്റുകളാണെങ്കിൽ ആളുകളുമായി ബന്ധപ്പെട്ട് തിരുത്തണം. പലതരത്തിൽ ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. ചില ആളുകളെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടാവും. പക്ഷെ ഭൂരിഭാഗം ആളുകളും മറ്റുള്ളവരെ ശാരീരികമായി അധികം ഉപദ്രവിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ എന്നാലും നമുക്ക് മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ പലപ്പോഴും നമ്മുടെ നാവുകൾ വലിയ പങ്കു വഹിച്ചിട്ടുണ്ടാവും. ഒരാളെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് പോലെ, അയാളെ മറ്റു തരത്തിൽ ആക്രമിക്കുന്നത് പോലെയോ അതിനേക്കാൾ ഭയാനകമോ ആണ് ചിലപ്പോൾ അയാളുടെ വ്യക്തിഹത്യ എന്ന് പറയുന്നത്. അയാളുടെ മുഖത്ത് നോക്കി ചില ആളുകളുണ്ട്, അവർക്ക് പല പ്രയാസങ്ങളുണ്ടാകും. അവർ പ്രയാസങ്ങളുള്ളത് കൊണ്ട് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആളുകളുടെ മുമ്പിൽ വരാൻ പഠിക്കും. ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹത്തിന് കുറച്ച് വർഷങ്ങളായിട്ടും കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. പിന്നീട് അദ്ദേഹം ആളുകൾ കൂടുന്നിടത്തൊന്നും വരാതെയായി. എന്താണ് കാരണം? എന്തിനാണ് പ്രയാസപ്പെടുന്നത്? കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് ആളുകളില്ലേ? അതിൻ്റെയൊക്കെ പേരിൽ ഇങ്ങനെ ആളുകൾ വരുന്നിടത്ത് വരാതിരിക്കണമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ സങ്കടം കുഞ്ഞുങ്ങളില്ലാത്തതിനല്ല, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും അതൊരു പ്രശ്നമല്ല. അള്ളാഹു അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ഞങ്ങളത് ഏറ്റെടുക്കാൻ സന്നദ്ധരാണ്. പക്ഷേ കൂടുന്നിടത്ത് മുഴുവൻ എന്തേ കുഞ്ഞുങ്ങളായില്ലേ? സഹതാപത്തോടെ ഉടനെ ശരിയാകും എന്നിങ്ങനെ പറഞ്ഞും ഓർമ്മിപ്പിച്ചും അതുതന്നെ പറഞ്ഞും ഞങ്ങൾ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അങ്ങനെ കൂടുന്നിടത്തേക്ക് പോകാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. നമ്മൾ ആളുകളെ പറച്ചിലിലൂടെ, അവരോടുള്ള സംസാരങ്ങളിലൂടെ, അവരുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അറിഞ്ഞും അറിയാതെയും നേർക്ക് നേരെയും കുത്തിപ്പറഞ്ഞുമൊക്കെ ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരോട് തന്നെ പൊറുപ്പിച്ചു തരേണ്ടതുണ്ട്. ആളുകളോട് ക്ഷമ ചോദിക്കേണ്ടതുണ്ട്. ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ തീരാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നന്നായി അവരോടടുത്ത് അവരോട് ഈ ക്ഷമാപണം നടത്തിയിട്ട് അള്ളാഹുവിനോട് ക്ഷമാപണം നടത്തുക. സാമ്പത്തികമായി പറ്റിപ്പോയിട്ടുള്ളതാണെങ്കിൽ അതിന് പരിഹാരം ചെയ്യാൻ ശ്രമിക്കണം. പരിഹാരം ചെയ്യാൻ കയ്യിലിപ്പോൾ നമ്മുടെ കൈകളിൽ ഇല്ലെങ്കിൽ അത് ചെയ്യാൻ ആവശ്യമായ സംഗതികൾ ഒരുക്കി വെക്കണം. അതിനും കഴിയാത്തയാളാണെങ്കിൽ അവരോട് പറഞ്ഞിട്ട് അത് തമ്മിൽ പരിഹരിച്ച് പുറത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടണം. എന്നിട്ട് അള്ളാഹുവിനോട് കൈ ഉയർത്തണം. അള്ളാഹുവിലേക്ക്, മനുഷ്യരിലേക്ക് ഇതുപോലെ വിട്ടുവീഴ്ച ചെയ്ത് അവരുടെ പ്രയാസങ്ങൾ പൊറുപ്പിച്ച് എന്നിട്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി അവൻ്റെ കാരുണ്യം കൊണ്ട്, അവൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്തു മാപ്പാക്കി വാങ്ങാനുള്ള സമയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പിരടികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സമയമാണ്. സ്വർഗപ്രവേശം ഉറപ്പിച്ചു കൊടുക്കുന്ന സമയമാണ്. ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് ജീവിതത്തിൽ 80 വർഷത്തിലേറെ ചെലവഴിച്ചാൽ കിട്ടാവുന്ന പുണ്യങ്ങളെ ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടാൻ സാധ്യതയുള്ള സമയങ്ങളാണ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആ നന്മയുടെ മാർഗത്തിൽ അതിവേഗത്തിൽ മത്സരിച്ച് മുന്നോട്ട് പോവുക. അള്ളാഹു അതെല്ലാം നമുക്ക് അനുഭവിക്കാൻ, നേടിയെടുക്കാൻ, നമ്മുടെ കണക്ക് പുസ്തകങ്ങളിലേക്ക് വരവ് വെക്കാൻ, നമ്മുടെ കണക്ക് പുസ്തകങ്ങളിലെ തെറ്റുകുറ്റങ്ങളെ വിട്ടുപുറത്ത് മാപ്പാക്കി മാറ്റാൻ, അവക്ക് പകരം അള്ളാഹു ഹസനാത്തുകളെ പകരം വെക്കുമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന് പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ ആയത്തിറങ്ങിയപ്പോൾ അള്ളാഹു അവരുടെ സയ്യിആത്തുകളെ ഹസനാത്തുകളാക്കി പകരം വെക്കുമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന് പറഞ്ഞു, ഞാനായിരിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹസനാത്തുള്ളത്. കാരണം എന്താ? എൻ്റെ ജാഹിലിയ്യ കാലത്ത് നിങ്ങളെല്ലാവരെക്കാളും കൂടുതൽ ഒരുപാട് അക്രമങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. ഞാൻ പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ തെറ്റുകളെ, സയ്യിആത്തുകളെ ഹസനാത്തുകളാക്കി അള്ളാഹു കൺവെർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹസനാത്ത് സയ്യിആത്തുകളെയൊക്കെ കൂടെ
ഹസനാത്തുകളാക്കി മാറ്റിയാൽ ഞാൻ എന്ത് ഭാഗ്യവാനായിരിക്കും എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുകൊണ്ട് ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അള്ളാഹുവിനോട് ചോദിക്കുക, ചോദിക്കണം, ചോദിച്ചിട്ട് വാങ്ങണം. നമുക്ക് വേണ്ടത് മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടതും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഓർക്കുക, കൂടെ നമ്മുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും ഓർക്കുക. ഈ മഴയത്തും ഈ തണുപ്പത്തും ഈ നോമ്പുകാലത്തും ഭക്ഷണമില്ലാത്തത് അവർ സഹിക്കാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ, അവരുടെ വീട് തകർക്കപ്പെട്ടിരിക്കുന്ന വീടുകളിലിടയിൽ നിന്ന് തകർക്കപ്പെട്ടിടത്തും ഞങ്ങൾ താമസിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ അവിടെ പോലും താമസിക്കാൻ അനുവദിക്കാതെ, അവിടെ പോലുമുള്ള ഒരു തരത്തിലുള്ള സുരക്ഷയുമില്ലാതെ ജീവിക്കുന്ന, വെയിലും മഴയും തണുപ്പും കൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് നേരെ കൊണ്ടുപോയിട്ട് ബോംബിട്ട് കൊല്ലാക്കൊല നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അവരെയും നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, നിന്റെ ഈ ഞങ്ങളുടെ സഹോദരന്മാരെ നീ കൈവിടാതിരിക്കണമേ പടച്ചവനെ. ഈ റമദാനിൽ ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനകൾ, അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് നീ അവർക്ക് വിജയവും നൽകി ഇജ്ജത്തും നൽകി അനുഗ്രഹിക്കണമേ പടച്ചവനെ. ഒരു കാരണവുമില്ലാതെ അക്രമവും അതിക്രമവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പൈശാചിക പ്രവർത്തനങ്ങൾ തുടരുന്ന ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണമേ പടച്ചവനെ. നിന്റെ അത്ഭുതങ്ങളും നിന്റെ സഹായവും കൊണ്ട് അവരെ നീ പരാജയപ്പെടുത്തണമേ പടച്ചവനെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരീ സഹോദരന്മാർ ഒരുപാടുണ്ട്. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാം അറിയുന്നവനാണ് നീ, എല്ലാം കാണുന്നവനാണ് നീ. രോഗങ്ങൾ തീരുമാനിക്കുന്നത് നീയാണ്. രോഗങ്ങളുടെ ശിഫയും നിന്റെ തീരുമാനത്തിലാണ്. അർഹമുർ റഹീമീനായ റബ്ബേ, പലതരത്തിലുള്ള രോഗങ്ങൾ, മാറാ രോഗങ്ങളും മാരക രോഗങ്ങളും ഒക്കെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന, സഹിച്ചുകൊണ്ടിരിക്കുന്ന, ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മാനസികമായ പ്രയാസങ്ങളും ജീവിതവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. എല്ലാം നിന്റെ തീരുമാനങ്ങളാണ്, നിന്റെ പരീക്ഷണങ്ങളാണ്. അർഹമുർ റഹീമീനായ റബ്ബേ, ശിഫ നൽകി അനുഗ്രഹിക്കണമേ നാഥ. വേദന തിന്നു ജീവിക്കുക എന്ന് പറയുന്നത് പറയാൻ എളുപ്പമുള്ള ഒരു കാര്യമാണ്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ വേദന തിന്ന് ജീവിക്കുന്ന സഹോദരീ സഹോദരന്മാർ ഞങ്ങളുടെ ചുറ്റുമുണ്ട്. അർഹമുർ റഹീമീനായ റബ്ബേ, നീ അവർക്ക് തുണയാകണമേ നാഥ. അവരുടെ വേദനകൾ ദൂരീകരിച്ചു കൊടുക്കണമേ നാഥ. അവരുടെ രോഗം നീ ശമിപ്പിച്ചു കൊടുക്കണമേ നാഥ. ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി, ആഫിയത്തോടുകൂടി കുടുംബത്തിലേക്ക് പൂർണ്ണാരോഗ്യത്തോടെ തിരിച്ചു വരാൻ നീ അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, സന്താന പരമ്പരകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണമേ നാഥ. പടച്ചവനെ, കഴിഞ്ഞ റമദാനുകളിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും ഇന്ന് ഞങ്ങളുടെ കൂടെയില്ല. ഞങ്ങൾക്ക് അവരുടെ കൂടെ ജീവിച്ചിട്ട് മതിയായിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് അവർക്കും മതിയായിട്ടുണ്ടായിരുന്നില്ല. അർഹമുർ റഹീമീനായ റബ്ബേ, നിന്റെ സ്വർഗത്തിന്റെ കവാടത്തിൽ വെച്ച് നാളെ അവരെ കണ്ടുമുട്ടാൻ, ശാശ്വതമായി സ്വർഗത്തിൽ പ്രവാചകന്മാർക്കും ശുഹദാ സ്വാലിഹീങ്ങൾക്കും സിദ്ദീഖീങ്ങൾക്കും ഒപ്പം ശാശ്വതമായി സ്വർഗത്തിൽ വസിക്കാൻ, ഇനിയൊരു വേർപാടില്ലാത്ത വിധം, വേർപാടിന്റെ ഭയമില്ലാത്ത വിധം, രോഗമോ മറ്റൊരു പ്രയാസമോ ഇല്ലാത്ത വിധം ശാശ്വതമായി സ്വർഗത്തിൽ വസിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ നോമ്പ്, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ നമസ്കാരങ്ങൾ നീ സ്വീകരിക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا يا أرحم الراحمين واغفر لنا يا غافر المذنبين. وآخر دعوانا أن الحمد لله رب العالمين وأقم الصلاة. الله أكبر.